ആദ്യം തന്നെ ഒരു നടുക്കുന്ന വാർത്തയിലേക്കാണ് നമുക്ക് പോവേണ്ടി വരുന്നത്. തിരുവനന്തപുരം ചിറ്റാറ്റുമുക്കിലാണ് സാക്ഷി പറഞ്ഞതിന്റെ പേരിൽ യുവാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. അക്രമി സംഘത്തിന്റെ അഴിഞ്ഞാട്ടത്തിൽ ചിറ്റാറ്റുമുക്ക് സ്വദേശി ഫെബിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഫെബിന്റെ സുഹൃത്തിനെ ഗുണ്ടാസംഘം ആക്രമിച്ച കേസിൽ സാക്ഷി പറഞ്ഞതാണ് വൈരാഗ്യത്തിനുള്ള കാരണം. ആക്രമണത്തിൽ ഫെബിന്റെ തലയ്ക്കും കഴുത്തിനുമാണ് പരിക്കേറ്റത്. ഫെബിൻ സഞ്ചരിച്ച സ്കൂട്ടർ ഈ പ്രതികൾ തകർക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ സ്വാന്തന സാജു വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സ്വാന്തന, സ്വന്തം സുഹൃത്തിനെ ഒരു ഗുണ്ടാസംഘം ആക്രമിക്കുമ്പോൾ അത് കണ്ടുനിന്ന മറ്റൊരു സുഹൃത്തിന് നീതിന്യായ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക്, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും സാക്ഷി പറയുക എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അത് ചെയ്യേണ്ടതാണ്. അതിന്റെ പേരിൽ പക മനസ്സിൽ വെച്ചുകൊണ്ട് ക്രൂരമായി ആക്രമിക്കുക, ഇതെന്തൊരു അതിക്രമമാണ് നടന്നിരിക്കുന്നത്. ഈ യുവാവിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? പോലീസ് എന്ത് നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കും? സ്വാന്തന. തിരുവനന്തപുരം കഠിനംകുളം ചിറ്റാറ്റുമുക്കിലാണ് വീണ്ടും ഒരു ഗുണ്ട ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സാക്ഷി പറഞ്ഞതിനാണ് ഒരു യുവാവിനെ ഇത്തരത്തിൽ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചിറ്റാറ്റുമുക്ക് സ്വദേശിയായ ഫെബിൻ, 37 വയസ്സുകാരനാണ്. ഫെബിനാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത്. ഗുണ്ടാ സംഘം തന്നെയാണ് ആക്രമിച്ചത് എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം ഷിയാസ്, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഈ ഫെബിന്റെ ഒരു സുഹൃത്തിനെ 7 അംഗ സംഘം ആക്രമിക്കുകയുണ്ടായി വഴിയിൽ വെച്ച്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് സാക്ഷി പറഞ്ഞതിനാണ് ഇപ്പോൾ ഫെബിന് കൂടി ഇത്തരത്തിൽ ഒരു ക്രൂരമായ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അന്ന് ഫെബിൻ മാത്രമായിരുന്നു ഈ കേസിൽ ദൃക്സാക്ഷിയായിട്ടുണ്ടായിരുന്നത്. അന്ന് ഫെബിനാണ് 7 അംഗ സംഘത്തിനെതിരെ ഇത്തരത്തിൽ ഒരു സാക്ഷി പറയുകയും ചെയ്തത്. ഈ കേസിലെ 3-ാം പ്രതി ഉൾപ്പെട്ട 2 പേരാണ് ഇപ്പോൾ ഫെബിനെതിരെ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരാണ് പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നടന്ന കേസിലെ പ്രതിയായ 3-ാം പ്രതി ബിനോജും അതുപോലെ തന്നെ ക്ലിന്റൺ എന്ന ആളുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ 2 പേരും കുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള പഞ്ചായത്ത് ഉണ്ണിയുടെ സംഘത്തിലുള്ള ആളുകളാണ് എന്നുകൂടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണ് ഫെബിൻ ഇത്തരത്തിൽ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഈ സംഘം വന്ന് ബൈക്ക് തടഞ്ഞു നിർത്തി ഫെബിനെ ആക്രമിച്ചത്. ഫെബിന്റെ തലയ്ക്കും അതുപോലെ തന്നെ ഫെബിന്റെ കൈകൾക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ ഫെബിന്റെ ഒരു കൈ ഏതാണ്ട് അറ്റുപോകാറായ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. ഫെബിൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ ഗുണ്ടാ സംഘങ്ങൾ പിന്നാലെ എത്തി ഫെബിന്റെ തലയിലും മുതുകിലും വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരാണ് ഫെബിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ഇപ്പോൾ ഫെബിൻ ഒരു തിരുവനന്തപുരത്തെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിൽ കഴിയുകയാണ്. വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ഫെബിൻ ഉള്ളത് എന്നുകൂടി എന്തായാലും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ ആളുകളൊക്കെ ഓടിക്കൂടിയതോടെ ഈ പ്രതികൾ 2 പേരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും കഠിനംകുളം പോലീസ് ഈ 2 പേർക്കുമായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തു. ശരി, സ്വാന്തന സാജുവാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കൊല്ലാൻ തന്നെയായിരുന്നു ഈ ഗുണ്ടാ സംഘത്തിന്റെ ശ്രമം. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഫെബിന്റെ ജീവൻ രക്ഷപ്പെട്ടത്. ഈ ഫെബിന്റെ സുഹൃത്തിനെ ഈ ഗുണ്ടാ സംഘം ആദ്യം ആക്രമിക്കുകയും ഇതിന് സാക്ഷി പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഇതേ ഗുണ്ടാ സംഘം തന്നെ ഈ സാക്ഷി പറഞ്ഞ